കല്യാണ കച്ചേരി. അന്ന് ഭൂമിക്കൊക്കെ ആദ്യത്തെ അവർ ദേവിൻ്റേതായിരുന്നു. എന്നാൽ ബെല്ലടിച്ച് കുറേ നേരമായിട്ടും ദേവിനെ കാണാതായതോടെ ഭൂമിക്ക് മനസ്സിലായി ദേവ് ഇന്ന് ലീവാണെന്ന്. ദേവ് ലീവായതുകൊണ്ട് അവനു പകരമായിട്ട് അപ്രതീക്ഷിതമായി കാർത്തി ക്ലാസ്സിലേക്ക് കയറി വന്നതും എല്ലാവരും പകച്ചു പോയിരുന്നു. കാരണം കാർത്തിക്കിൻ്റെ അവർ ഉച്ച കഴിഞ്ഞായതിനാൽ എല്ലാവരും ഹോംവർക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് സമയത്ത് ചെയ്യാമെന്നാണ് തീരുമാനിച്ചത്. പതിവിന് വിപരീതമായി കാർത്തി ഈ സമയത്ത് വന്ന് കയറിക്കളയുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. നീ ഹോംവർക്ക് ചെയ്തോ? സുമയ്യ പതിയെ ഭൂമിയുടെ കാതിൽ ചോദിച്ചു. ഇല്ല എന്നർത്ഥത്തിൽ അവൾ കണ്ണുചിമ്മി കാണിച്ചു. സാർ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് ഉണ്ടായിരുന്നു. ബുക്ക് ചെക്ക് ചെയ്യുമെന്ന് സാർ പറഞ്ഞായിരുന്നു. കാർത്തിക് ക്ലാസ് തുടങ്ങാനായി ടെക്സ്റ്റ് ബുക്ക് കയ്യിലേക്കെടുത്ത സമയം കുട്ടികളിൽ ആരോ വിളിച്ചു പറഞ്ഞു. കാർത്തി സത്യത്തിൽ ഹോംവർക്കിൻ്റെ കാര്യം മറന്നുപോയിരുന്നു. മറ്റു കുട്ടികളെല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് അല്പം ദേഷ്യത്തോടെ നോക്കി. ക്ലാസ്സിലെ പഠിപ്പി അപർണയായിരുന്നു അത് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ കാർത്തിയുടെ ശബ്ദം ഉയർന്നു. കഴിഞ്ഞ ദിവസം തന്ന ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ എഴുന്നേക്ക്. അതും പറഞ്ഞുകൊണ്ട് തന്നെ കാർത്തിയുടെ കണ്ണുകൾ നേരെ നീണ്ടത് ഭൂമിയുടെ അടുത്തേക്കാണ്. സുമയും ഭൂമിയും ഒന്നിച്ചെഴുന്നേൽക്കുന്നതോടെ കണ്ണു ചുരുക്കി അവരെ ഒന്ന് നോക്കി കാർത്തി. മാത്സിൻ്റെ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയിട്ട് മാത്സിൻ്റെ ഹോംവർക്ക് പോലും ചെയ്തില്ല ഇവർ. കാർത്തിക്കിൻ്റെ മനസ്സിലൂടി ആ സമയം കടന്നുപോയ ചിന്ത അതായിരുന്നു. ഭൂമി, ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ടേ ചിലപ്പോൾ നമ്മളെയും സാറൊന്നും പറയത്തില്ലായിരിക്കും. പിന്നെ നിൽക്കുന്ന കുട്ടികൾ അവർക്കൊപ്പം എഴുന്നേക്ക് നിൽക്കുന്ന ഭൂമിയെ നോക്കി അടക്കം പറയുന്നു. അത് കേട്ടതോടെ സുമയ്യ ഭൂമിയെ നോക്കി ചിരിച്ചു. അത് കാണെ അവൾക്ക് ചെറുതല്ലാത്ത ദേഷ്യം തോന്നി. ഏകദേശം 10-15ഓളം പേർ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാർത്തി ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചു. എന്താണ് ഹോംവർക്ക് ചെയ്യാത്തത് എന്നതിൻ്റെ കാരണം തിരക്കി. ഒടുക്കം ചോദ്യം ഭൂമിയിലും എത്തി. ക്ലാസ് ഒന്നടങ്കം അവളുടെ മറുപടി അറിയാൻ കാത്തു നിൽക്കുവാണ്. ക്ലാസ്സിലെ ഓരോ കുട്ടികളുടെ കണ്ണുകളും കാർത്തിയുടെയും ഭൂമിയുടെയും മുഖത്ത് മാറി മാറി പതിഞ്ഞു. എന്താണ് ഭൂമി ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം? സർ, അത് പിന്നെ സാർ. ഭൂമി നിന്നു വിയർത്തു. പറഞ്ഞോളൂ. തനിക്ക് ഞാൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളൊന്നും മനസ്സിലാവുന്നില്ലേ? ഉണ്ട്. പിന്നെ പിന്നെന്താണ് ചെയ്യാതിരുന്നത്? സർ, ഞാൻ ഞാൻ മറന്നുപോയി. സത്യത്തിൽ അവൾ മറന്നുപോയിരുന്നത് തന്നെയായിരുന്നു. ഹോംവർക്കുള്ള കാര്യം ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്തിട്ടേ അവൾ വരുമായിരുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാം. ഹോംവർക്ക് ചെയ്യാത്തവരെല്ലാം ക്ലാസ്സിൻ്റെ പുറത്തേക്കിറങ്ങി നിന്നോളൂ. പുറത്തു നിന്ന് ഹോംവർക്ക് ചെയ്ത് കാണിച്ച ശേഷം അകത്ത് കയറിയാൽ മതി എല്ലാവരും. ഭൂമിക്ക് ആ സമയം കാർത്തിക്കിനോട് ദേഷ്യമല്ല തോന്നിയത്. എന്തിനോ വേണ്ടി ഒരു പരിഭവം. അവൻ്റെ പരിഗണനയും സ്നേഹവുമൊക്കെ എവിടെയോ അവളുടെ മനസ്സും കൊതിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൾ പോലും അറിയാതെ ആ ഒരു പരിഭവത്തോടു കൂടി തന്നെയാണ് ഭൂമി ബുക്കെടുത്ത് ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങി നിന്നത്. പുറത്തുനിന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഭൂമി ഹോംവർക്ക് ചെയ്ത് തീർത്തു. ആ സമയം ക്ലാസ്സിലിരിക്കുന്ന മറ്റു കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ ക്ലാസ് എടുത്ത് നിൽക്കുവാണ് കാർത്തി. ഭൂമി വാതിലിനടുത്തേക്ക് വന്ന് കാർത്തിക്കിനെ നോക്കി. ഭൂമി തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായതും അവനൊപ്പം ക്ലാസ്സിലിരിക്കുന്ന മറ്റു കുട്ടികളുടെ കണ്ണുകളും ആ സമയം അവളിൽ പതിഞ്ഞു. സർ, ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞു. ഭൂമി ശബ്ദം അല്പം കുറച്ച് അവനോട് പറഞ്ഞു. ബുക്കിനു വേണ്ടി ഭൂമിക്ക് നേരെ കൈനീട്ടി കാർത്തി. ബുക്കുമായി കാർത്തിക്കിനടുത്തേക്ക് വന്നു ഭൂമി. സത്യം പറ, സുമയുടെ വീട്ടിൽ ഇന്നലെ പോയത് എന്തിനാണ്? അടക്കി പിടിച്ച് ഭൂമിക്ക് മാത്രം കേൾക്കാൻ ഭാഗത്ത് കാർത്തി ചോദിക്കുന്നത്. ഭൂമിയാണെങ്കിൽ അത് കേൾക്കാത്ത പോലെ നിന്നു. അതിനുള്ള മറുപടി പറയൂ. അതിനുശേഷം മാത്രമേ ഞാൻ ഈ ബുക്ക് മടക്കി നൽകൂ. സർ പ്ലീസ്, കുട്ടികൾ ശ്രദ്ധിക്കുന്നു. അതിന് ഭൂമി എൻ്റെ ഭാര്യയല്ലേ? പെട്ടെന്ന് കാർത്തിക്കിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനൊരു ചോദ്യം കേട്ടതും ഭൂമിയുടെ മുഖം ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ ചുവന്നു. സർ പ്ലീസ്, കാര്യം പറയൂ കുട്ടി. ചുറ്റുമുള്ളവരുടെ നോട്ടമൊന്നും അവൻ ശ്രദ്ധിക്കുന്നതേയില്ല. ഞാൻ പറയാം. എങ്കിൽ പറയേ. ഇപ്പോഴല്ല, വൈകിട്ട്. വൈകിട്ടെപ്പോ?
വീട്ടിൽ വന്നിട്ട്. അപ്പോൾ വാക്കു മാറ്റുമോ? ഇല്ല. കാർത്തിക് ഭൂമിയെ സൂക്ഷിച്ച് ഒന്ന് നോക്കി. ഉറപ്പുവരുത്താൻ എന്ന പോലെ. സത്യം. ഭൂമി അവന് മാത്രം കേൾക്കാൻ പാകത്തിന് ചുണ്ടനക്കി പറഞ്ഞു. അതിനു മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് കാർത്തി ഭൂമിയുടെ ബുക്ക് തിരികെ നൽകി. അവൾ ശ്വാസം കിട്ടിയതുപോലെ പോയി അവളുടെ സീറ്റിലേക്കിരുന്നു. സീറ്റിൽ വന്നിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞെങ്കിലും ഭൂമിക്ക് കാർത്തിക്കിനെ നോക്കാനായില്ല. നിന്നോട് സാർ എന്താ ചോദിച്ചത്? സുമയ്യ പതിയെ ഭൂമിയുടെ ചെവിയെ ചോദിച്ചു. പിടിക്കപ്പെട്ടു മോളെ, ഭൂമി പറഞ്ഞു. തെളിച്ചു പറവണ്ണേ, എല്ലാം പൊളിഞ്ഞു. നിന്റെ വീട്ടിൽ മാത്സിൻ്റെ കമ്പൈൻ സ്റ്റഡിക്ക് വന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ മാത്സിൻ്റെ ഹോംവർക്ക് പോലും ചെയ്തില്ലല്ലോ. അപ്പോൾ സാറിന് സംശയം. നമ്മൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് സാറിന് മനസ്സിലായെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? എനിക്കറിയില്ല. വൈകുന്നേരം ആകുന്നതിന് മുമ്പ് എന്തെങ്കിലും കള്ളം കണ്ടുപിടിക്കണം. സുമയ്യെ നോക്കി ഒരു ചമ്മിയെ ചിരിച്ചിരിച്ചുകൊണ്ട് ഭൂമി പറഞ്ഞു. അന്നത്തെ ആ അവർ കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് കാർത്തി പോയി. ഉച്ചയ്ക്ക് വേഗത്തിൽ ചോറും കഴിച്ചിട്ട് അസൈൻമെൻ്റ് എഴുതുകയാണ് സുമയ്യ. ഭൂമിയുടെ അസൈൻമെൻറ്റ് നോക്കി പകർത്തുകയാണെന്നും വേണമെങ്കിൽ പറയാം. സുമി, എനിക്കൊരു ബുക്ക് ലൈബ്രറി തിരിച്ചു വെക്കാനുണ്ട്. എങ്കിൽ നമുക്ക് ഈവനിങ് വെക്കാം. അത് നടക്കും തോന്നില്ല. ഈവനിങ് എനിക്ക് കലോത്സവത്തിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ഞാൻ എങ്ങനെ വരാനാ? അടുത്ത അവറിന് മുമ്പ് ഇത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ സുനിത മിസ് എന്നെ ശരിയാക്കും. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ ഒറ്റയ്ക്ക് പോയി വെച്ചിട്ട് വരാം. എങ്കിൽ പിന്നെ അത് തന്നെയാണ് നല്ലത്. നീ പോയി ഒറ്റയ്ക്ക് വെച്ചിട്ട് വാ. പിന്നെ ഒരു കാര്യമുണ്ട്, ലഞ്ച് ബ്രേക്ക് കഴിയാറായി. ഇനി 10 മിനിറ്റ് തികച്ചില്ല. വേഗം പോയി വെച്ചിട്ട് വരണം. ക്ലാസ് അറിയാമല്ലോ, അടുത്തത് സുനിത മിസ്സിൻ്റെ ക്ലാസ്സാണ്. ഓക്കേടി, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. സുമിയോട് അതും പറഞ്ഞുകൊണ്ട് ഭൂമി നേരെ ലൈബ്രറി ലക്ഷ്യമാക്കി നടന്നു. അതിനിടയ്ക്ക് അപ്പുറത്തെ ബാച്ചിലെ കുറച്ച് കുട്ടികളെ കണ്ടതും അവർ ഭൂമിയോട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ഇത്തിരി സമയമങ്ങ് പോയി. ഭൂമി ലൈബ്രറിയുടെ വാതിക്കൽ എത്തിയ നേരം ബെല്ലടിക്കുകയും ചെയ്തു. ബുക്ക് വെച്ചിട്ട് ഭൂമി ധൃതിയിൽ പുറത്തേക്കുള്ള വഴി സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണ് അനുപമ അവളെ അവിടെ നിൽക്കുന്നത് കണ്ടത്. ഭൂമി അവളെ മറികടന്ന് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ലൈബ്രറിയുടെ അവിടുന്ന് താഴേക്കുള്ള പടിക്കെട്ടിലൂടി അനുപമ ഉരുണ്ടു വീഴുന്നതാണ് ഭൂമി കണ്ടത്. ഭൂമി ഓടിപ്പോയി അനുപമയെ പിടിച്ചു. അനുപമയുടെ നെറ്റിയൊക്കെ ചെറുതായി മുറിഞ്ഞിട്ടുണ്ട്. മുറിവിൽ നിന്നും രക്തം ഇറ്റിറ്റു വീഴുന്നുണ്ടായിരുന്നു. എഴുന്നേക്ക് മിസ്. ഭൂമി അനുപമയെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അനുപമ ഭൂമിയുടെ കൈകൾ തട്ടിയെറിഞ്ഞു. കൊല്ലാൻ നോക്കിയിട്ട് രക്ഷിക്കാൻ വരുന്നോടി. പെട്ടെന്ന് അനുപമയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു ചോദ്യം വന്നതും ഭൂമി പകച്ചുപോയി. മിസ് എന്തൊക്കെയായി പറയുന്നേ? ഞാനല്ല മിസ്സിനെ തട്ടിയിട്ടത്. മിസ് തന്നെ വീണതാണ്. ഭൂമി, നീ ഇങ്ങനെ കള്ളം പറയുന്നത് കാർത്തിയെ ഞാൻ പ്രണയിക്കുന്നത് കൊണ്ടല്ലേ? നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും അതുകൊണ്ടല്ലേ? അപ്പോഴേക്കും അനുപമ അവിടെ വീണ് കിടക്കുന്നത് അതിലെ പോയ 2 കുട്ടികൾ കണ്ടു. അവർ പോയി മറ്റ് ടീച്ചേഴ്സിനെ വിളിച്ചുകൊണ്ട് വന്നു. ആളും ബഹളവുമായപ്പോൾ അനുപമയുടെ വയ്യായിക കുറച്ച് കൂടുതൽ കൂടി. സംസാരിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ. ടീച്ചർമാർക്കിടയിൽ നിന്നും കാർത്തി മുന്നോട്ട് വരുന്നത് അനുപമ കണ്ടു. കാർത്തി. പെട്ടെന്ന് കാർത്തിക്കിനെ അവിടെ കണ്ടതും അനുപമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇരുന്നിടത്തു നിന്ന് എണീറ്റു. എന്താണ് അനുപമ സംഭവിച്ചത്? എങ്ങനെയാ താൻ വീണത്? അനുപമ ഭൂമിയെ ഒരു നോട്ടം നോക്കി. പക്ഷേ ആ സാഹചര്യത്തിൽ ഭൂമിയും കാർത്തിക്കും അനുപമയുടെ നോട്ടം കണ്ടില്ലെന്ന് മാത്രം. കാർത്തി, ഞാൻ അതുവഴി നടന്നു വരുമായിരുന്നു. ലൈബ്രറി ബുക്ക് വയ്ക്കാനുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നടന്നു വരുമ്പോൾ ഭൂമി ഇവിടെ നിന്നു. ഭൂമിയെ മറികടന്ന് മുന്നോട്ട് നടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് നടന്നത്. പക്ഷേ അറിയാത്തതുപോലെ പിന്നിൽ നിന്ന് ഭൂമി തള്ളിയപ്പോഴാണ് ഞാൻ വീണത്. അനുപമക്ക് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ തരിച്ചു നിൽക്കുകയാണ് ഭൂമി. എന്താ ഭൂമി ഇവിടെ സംഭവിച്ചത്? അനുപമ ഈ പറയുന്നതൊക്കെ ശരിയാണോ? കാർത്തിക്കിൻ്റെ ചോദ്യം ഭൂമിക്ക് നേരെ നീണ്ടു. അല്ല സർ, ഞാൻ സത്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഭൂമിക്ക് വാക്കുകൾ ഇടറി. ഭൂമി എന്തിനാണിപ്പോൾ ഇവിടേക്ക് വന്നത്? അവിടെ നിന്ന് സാർമാരിൽ ആരോ അത് ചോദിച്ചു. അത് ശരിയാണല്ലോ, നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക് കഴിയുന്നതല്ലേ? ഈ നേരത്ത് താൻ എന്തിനാണോ ഇവിടെ വന്നത്? ചുറ്റും നിന്ന് ടീച്ചർമാർ പലവിധം ചോദിക്കുമ്പോൾ ഭൂമി വല്ലാതെ വിഷമിച്ചു. സത്യമായിട്ടും ഞാനല്ല മിസ്സിനെ തള്ളിയിട്ടത്. ഓക്കെ ഭൂമി, എന്തിനാണിപ്പോൾ ഇവിടെ വന്നത്?
എക്കണോമിക്സിലെ തോമസ് സാറ് കുറച്ച് ശബ്ദമുയർത്തി ചോദിച്ചപ്പോൾ ഭൂമി ഒന്ന് പതറി. ഞാൻ ലൈബ്രറിയിൽ ബുക്ക് വയ്ക്കാൻ വന്നതാണ്, ഭൂമി പറഞ്ഞൊപ്പിച്ചു. എങ്കിൽ പിന്നെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വരാൻ പാടില്ലായിരുന്നോ? ബുക്ക് വയ്ക്കാൻ കൃത്യം ബെല്ലടിച്ച സമയത്ത് തന്നെ എന്തിനാ വന്നത്? തോമസ് സാറ് ഭൂമിയെ വിടാൻ ഉദ്ദേശമില്ലാത്ത പോലെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അനുപമയുടെ നെറ്റിയിലെ ചെറുതായി മുറിഞ്ഞ മുറിവിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ട്. എന്തെങ്കിലും ഒരു തുണിയോ ഏതെങ്കിലും വസ്തുക്കളോ വെച്ച് ആ നെറ്റിയിലൊന്ന് അമർത്തിപ്പിടിക്കും. ബ്ലഡ് പോകുന്നത് കണ്ടില്ലേ? തോമസ് സാർ അതുകൂടി പറഞ്ഞതോടെ എല്ലാവരും പരസ്പരം ഒരു തുണിക്കായി പരതി. കാർത്തിക്കിൻ്റെ പോക്കറ്റിൽ കർച്ചീഫ് ഇരിക്കുന്നത് തോമസ് സാർ കണ്ടു. കാർത്തിക് സാർ, ആ കർച്ചീഫ് തൽക്കാലം അത് വെച്ച് മുറിവൊന്ന് പൊത്തിപ്പിടിക്കുക. കാർത്തി ആ കർച്ചീഫ് അനുപമയുടെ നേരെ നീട്ടി. ഭൂമി ഞങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം പറയും. എന്തുകൊണ്ടാണ് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വരാതെ ഇപ്പോൾ തന്നെ കൃത്യമായി വന്നത്? ലഞ്ച് ബ്രേക്ക് സമയത്ത് എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ലൈബ്രറിയിലെ ബുക്ക് തിരിച്ചു വെച്ചില്ലല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്നത് വെക്കാൻ വന്നതാണ്. കാർത്തി ഭൂമിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയം അത് അനുപമയ്ക്കുള്ളിൽ ഒരു വല്ലാത്ത കുശുമ്പ് തോന്നിപ്പിച്ചു. അതൊന്നും അല്ല കാർത്തി സത്യം, ഭൂമി പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി അനുപമ പറഞ്ഞു. ഭൂമി ബുക്ക് വെച്ചിട്ട് തിരികെ പോവായിരുന്നു. ഞാനും ബുക്ക് വെച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. ആ സമയം ഞാൻ വെറുതെ ഭൂമിയെ കണ്ടപ്പോൾ ലോഹ്യം പോലെയാണ് അല്പം സംസാരിച്ചത്. കാർത്തിൻ്റെ കാര്യങ്ങൾ ഭൂമി തന്നെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. നമ്മൾ തമ്മിൽ ഇപ്പോഴും പഴയതുപോലെയുള്ള ബന്ധമുണ്ടോയെന്നൊക്കെ. പെട്ടെന്ന് അനുപമയത് പറഞ്ഞപ്പോൾ കാർത്തി അല്പം പതറിപ്പോയി. ചുറ്റും നിൽക്കുന്ന ടീച്ചർമാർ അത് കേൾക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവന് സ്വയം നാണക്കേട് തോന്നി. എല്ലാത്തിനേക്കാൾ ഉപരിയായി അവന് ഭൂമിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ വന്നു. ഭൂമിയാണെങ്കിൽ അനുപമ പറയുന്നൊന്നും വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് യൂണിഫോം ധാരികളായ 2 കുട്ടികൾ അങ്ങോട്ട് വന്നത്. സർ, ഞങ്ങൾ കണ്ടതാണ് ഭൂമി അനുപമ മിസ്സിനെ താഴേക്കിടുന്നത്. ആ കുട്ടികൾ കൂടി അങ്ങനെ പറഞ്ഞതോടെ കാർത്തിക്കിൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. എന്താ ഭൂമി ഉണ്ടായത്? കാർത്തി വീണ്ടും ഭൂമിയോട് തന്നെ ചോദിച്ചു. സത്യമായിട്ട് ഞാൻ ബുക്ക് വെച്ചിട്ട് വരുമായിരുന്നു. അപ്പോൾ മിസ് എന്നെ മറികടന്നു പോയി. പെട്ടെന്ന് മിസ് താഴേക്ക് ഉരുണ്ടു വീഴുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ ഓടിച്ചെന്നു, മിസ്സിനെ അവിടുന്ന് പിടിച്ചു. അപ്പോഴേക്കും നിങ്ങൾ ഓരോരുത്തരായി വന്നു. അതാണ് സത്യം. അല്ല കാർത്തി, ഇവൾ കള്ളം പറയുവാണ്. മേലിൽ കാർത്തിയോട് മിണ്ടരുതെന്നും കാർത്തിയെ ഫോൺ വിളിക്കരുതെന്നും എനിക്കിവൾ താക്കീത് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, കാർത്തിക്കിന് എന്നോട് പ്രണയമുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും സംസാരിക്കുമെന്ന്. ആ ദേഷ്യത്തിലാണ് ഇവളെന്നെ തള്ളി താഴെയിട്ടത്. പെട്ടെന്ന് അനുപമ അങ്ങനെ പറഞ്ഞതും കൂടെ നിന്ന ടീച്ചർമാരെല്ലാവരും കാർത്തിയെ അനുപമയും ഒരു വല്ലാത്ത ഭാവത്തോടെ നോക്കി. അവർക്കൊപ്പം നിന്ന ഭൂമിയും അവരുടെ കണ്ണിൽ പതിഞ്ഞു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പെട്ടെന്ന് കാർത്തി അനുപമയോട് ചോദിച്ചു. എന്താ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നീ യാദൃശ്ചികമായി ഭൂമിയെ വിവാഹം കഴിച്ചതുകൊണ്ടല്ലേ നമ്മൾക്കൊന്നാകാൻ പറ്റാതെ പോയത്? ഒരുപക്ഷെ ഭൂമി ഇടയ്ക്ക് കയറിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ സിന്ദൂരവും താലിയും അണിഞ്ഞ് ഇവൾക്ക് പകരം ഇവിടെ നിൽക്കേണ്ടത് ഞാനായിരുന്നു. എന്താ, ശരിയല്ലേ? അനുപമയുടെ വായിൽ നിന്ന് അങ്ങനെ കേട്ടതും കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞ ഭൂമി. തുടരും. ഇവളുടെ കള്ളത്തരം നമുക്ക് പൊളിക്കാം കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ നിങ്ങളുടെ കമൻസ് വായിച്ചു. ആർക്കും ബോറല്ലാത്ത രീതിയിൽ മനസ്സിൽ വിചാരിച്ച പോലെ എഴുതി തീർക്കാം കേട്ടോ. ഓടിച്ചു വിട്ടുന്ന ഫീൽ വരില്ല, ലാഗ് അടുപ്പിച്ചൊന്നും തോന്നില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കാണണം. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.